മാറപ്പള്ളി ബ്ലോക്ക്, അപ്പൊ അങ്ങനെ പോയ ഉഴവൂർ ബ്ലോക്ക്, കരിമ്പൂരി ബ്ലോക്കാണ്. അപ്പൊ ഇങ്ങനെയുള്ള ബ്ലോക്കുകളൊക്കെയാണ് വലിയ ബ്ലോക്കുകൾ, അതിൽപ്പെട്ട ബ്ലോക്കാണ്. മാതൃകാപരമായി 4 ബ്ലോക്ക് യൂണിറ്റ് ബ്ലോക്കിൽ കൊടുത്തു. ബ്ലോക്ക് സെക്രട്ടറി വിഹിതവും നമ്മൾ വാങ്ങിച്ചു, ജില്ലയിൽ കൊടുത്തു. ജില്ലയിൽ ജില്ലാ വിഹിതങ്ങളുടെ സംസ്ഥാനങ്ങൾ അവിടെ കൊടുത്ത് സംസ്ഥാന വിഹിതം അങ്ങോട്ടും കൊടുത്ത് ഇത് പരിശോധിച്ച് അംഗീകരിച്ച് ഇത് അവിടെ തിരിച്ചു ഓരോ 4 കടകളിലും അങ്ങനെ 4 ബ്ലോക്ക്. അതിന് വളരെ സുതാര്യമായിട്ട് നടക്കുന്ന പ്രവർത്തനമാണ് മെമ്പർഷിപ്പ് പ്രവർത്തനം. വിമാനത്തിലൂടെ വെക്കാൻ പറ്റും. ആ മെമ്പർഷിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് സമ്മേളനം നടന്നത്. അപ്പം സമ്മേളനത്തിന് മുൻകൂടിയായിട്ട് നടക്കേണ്ട കാര്യം മെമ്പർഷിപ്പ് അംഗീകരിക്കുകയാണ്. അപ്പൊ ആ മെമ്പർഷിപ്പ് ഇതിനോടൊപ്പം അല്പം ഇന്നത്തെ ദിവസങ്ങളെ വന്ന് സംസാരിക്കാനുള്ള പ്രത്യേക സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ടും വളരെ സന്തോഷത്തോടുകൂടി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ നമ്മുടെ സംഘടന ശക്തമായി പ്രതികരിച്ചെങ്കിലേ നമുക്കുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. മാത്രമല്ല, നമുക്ക് നാളുകളിൽ ലഭിച്ചിട്ടുള്ള ആനുകൂല്യം നിലനിർത്തുന്നതിന് വേണ്ടിയും അവരെ കിട്ടാനുള്ള ആനുകൂല്യം കിട്ടുന്നതിന് വേണ്ടിയും സംഘടന ശക്തിയായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമ്മുടെ ജില്ലാ പാർട്ടി സമ്മേളനത്തോടനുബന്ധിച്ച് വനിതകളുടെ പ്ലസ് 4 വേണമെന്ന് നമ്മുടെ ജനറൽ കൺവീനർ അനുപ്രസാദ് പറഞ്ഞിരുന്നു. അപ്പൊ സ്വാഗത സംഘ രൂപീകരിച്ച വേളയിൽ ജില്ലയിൽ നിന്ന് വന്ന വനിതാ കൺവീനർ നമ്മുടെ ലളിതാംബിക പറഞ്ഞത് നമ്മളിലെ സെറ്റ് സാരിയും നമ്മുടെ കൊടിയുടെ കളറായ ഡാർക്ക് നീല ബ്ലൗസും ഇടാമെന്നാണ് പറഞ്ഞത്. എന്നാൽ കഴിഞ്ഞ 20-ാം തീയതി കഴിഞ്ഞ വർഷം വരെ ഒറ്റ ദിവസമായിരുന്നു ജില്ലാ സമ്മേളനം. എന്നാൽ ചർച്ചയ്ക്കും മറ്റും മതിയായ സമയം കിട്ടുന്നില്ല എന്നുള്ള പരാതിയിലാണ് അതിത്തവണ 2 ദിവസമാക്കിയിരിക്കുന്നത്. ആദ്യത്തെ ദിവസം ഉദ്ഘാടന സമ്മേളനവും ചർച്ചകളും, 2ാമത്തെ ദിവസം ചർച്ചകൾ തുടരുകയും സെമിനാറുകളും വനിതാ സമ്മേളനവും പ്രകടനവുമായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇതില് ഏറ്റവും കൂടുതൽ നമ്മുടെ അംഗങ്ങൾ സഹകരിക്കേണ്ടത് 26-ാം തീയതി നടക്കുന്ന പ്രകടന നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അത് ഏറ്റവും ഭംഗിയായ രീതിയിൽ നടത്തുന്നതിനുള്ള ഉത്തരവാദിത്വം നമുക്ക് പാഠപഠിക്കും സന്യാസിരിക്കുമാണ്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് പങ്കെടുക്കേണ്ട ആൾക്കാരെ കുറിച്ചാണ് ചർച്ച നടത്തിയിട്ട് കുറഞ്ഞത് 10%, ഞാൻ പറഞ്ഞു 10% പോരാ, അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കഴിയാൻ പറ്റുന്ന കലാശീലത്തെ പ്രത്യേക സാഹചര്യം. അതുകൊണ്ട് അത് വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞത് അദ്ദേഹം തന്നെ ആദ്യമായിട്ടാണ് ഒരു കോട്ടയം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ജില്ലാ സമ്മേളനം നടത്തുന്നത്. ആയതുകൊണ്ട് തന്നെ ചങ്ങനാശ്ശേരി സമ്മേളനം വിജയിപ്പിക്കണമെങ്കിൽ അത് മാടപ്പള്ളി ബ്ലോക്കും ചങ്ങനാശ്ശേരി ബ്ലോക്കും വിചാരിച്ചിട്ടുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ മറ്റുള്ള ഒരു സംഘടന അസോസിയേഷൻ അവരെല്ലാം